നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ബ്രസീലിൻ്റെ മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ വളരെ ആക്റ്റീവായിട്ട് ബെഞ്ചിലിരിക്കുകയും ഹൈഡ്രേഷൻ ബ്രേക്കിൻ്റെ സമയത്ത് വിനിയോടും ബ്രൂണോ ഗുയിമറസിനോടും ചില കാര്യങ്ങൾ പറയുകയും സൈഡ് ലൈനിൽ നിന്നുകൊണ്ട് സഹതാരങ്ങളോട് ഓരോന്ന് വിളിച്ചു പറയുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അതൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്? അതുപോലെ എൻട്രിക്ക് നെയ്മറോട് ഇതിനിടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞപ്പോൾ എന്താണ് സംസാരിച്ചത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിപ്പോൾ ബ്രസീലിയൻ മാധ്യമം TV ഗ്ലോബോ ഒരു ലിപ് റീഡറെ വെച്ച്, അതായത് വോയിസ് ആക്ടർ ഗബ്രിയൽ വെല്ലോസോയെ വെച്ച് ലിപ് റീഡ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. ലിപ് റീഡിങ് എക്സ്പേർട്ടാണ് ഗബ്രിയൽ വെല്ലോസോ. അദ്ദേഹത്തെ വെച്ചുകൊണ്ട് TV ഗ്ലോബോ ഇവരുടെ സംസാരങ്ങൾ ഡീകോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നെയ്മർ എത്രത്തോളം കളിയിൽ അവിടെ ഇൻവോൾവ് ആയിട്ടാണ് നിന്നത് എന്നുള്ളത് വ്യക്തമാണ്. സഹതാരങ്ങൾക്ക് എന്തെന്ത് നിർദ്ദേശങ്ങളാണ് നെയ്മർ കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതും വ്യക്തമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എൻട്രിക്ക് നെയ്മറോട് പറയുന്നതാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻസ് 5 കഴിഞ്ഞു. ഡാനിലോ, ഫാബീഞ്ഞോ, ലൂയിസ് എൻട്രിക്കെ, മാത്യൂസ് കുഞ്ഞ, ഡാനിലോ സാൻഡോസ്, ഇങ്ങനെയുള്ള എല്ലാവരെയും കോച്ച് ഇറക്കി കഴിഞ്ഞു. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇല്ല. അപ്പം സ്വാഭാവികമായിട്ടും എൻട്രിക്കിന് നിരാശ. എൻട്രിക്ക് നെയ്മറോട് പറയുകയാണ്, ബട്ട് ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു, റൈറ്റ്. പക്ഷെ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിയേനെ, അല്ലേ, എനിക്കിറങ്ങാമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നൊന്ന് ഇറക്കിക്കൂടായിരുന്നോ, കളി ഞാൻ തിരിക്കൂലേ എന്ന തരത്തിലുള്ള സംസാരമാണ്. ബെഞ്ചിലിരിക്കുമ്പോൾ ഇറങ്ങാൻ പറ്റാത്ത നിരാശയാണ്, എന്നെ ഇറക്കില്ലല്ലോ എന്നുള്ള നിരാശയാണ്. അത് വലിയേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. നെയ്മറോട് പറയുകയാണ്. നെയ്മർ ഒരു ഹഗ്ഗാണ് കൊടുക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെയ്മർ ഹഗ്ഗാണ് കൊടുക്കുന്നത്. സമയം ഫസ്റ്റ് ഹാഫിൽ മാത്യൂസ് കുഞ്ഞൊക്കൊപ്പം സൈഡ് ലൈനിൽ നിൽക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് നെയ്മർ മാത്യൂസ് കുഞ്ഞോട് പറയാണ്, ഇവരെന്താ കാണിക്കുന്നു, ബോൾ വിനിക്ക് കൊടുക്കട്ടെ, വിനീനെ മുന്നോട്ട് കയറ്റട്ടെ, വിനിയിലൂടെയാണ് ബ്രസീലിന് കാര്യങ്ങൾ സംഭവിക്കാനുള്ളൂ എന്നുള്ളൊരു വിശ്വാസം നെയ്മർക്കുണ്ടായിരുന്നു. അത് കളി പുരോഗമിക്കുമ്പോൾ അതിനുശേഷം നെയ്മർ ഇബാനസിനെ വിളിച്ചു പറയുകയാണ്. ഇബാനസ് കളിക്കളത്ത് നിൽക്കുന്നു. ഇബാനസിനോട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഇബാനസ് ഗിവ് വിനി എ പാസ്, വിനിക്ക് പാസ് കൊടുക്ക്, വിനിയോട് അവിടെ കൃത്യമായിട്ട് റൺ ചെയ്യാൻ പറയും, നീ വിനിക്ക് പാസ് കൊടുക്ക് എന്ന് നെയ്മർ വിളിച്ചു പറയുകയാണ്. ഹൈഡ്രേഷൻ ബ്രേക്കിൻ്റെ സമയത്ത് നെയ്മർ വിനിയോടും അതുപോലെ തന്നെ ബ്രൂണോ ഗുയിമറസിനോടും ഡയറക്റ്റായിട്ട് പറയുന്നു. വിനിയോട് പറഞ്ഞത് ഓപ്പൺ അപ്പ് ദി വിങ് ഓപ്പൺ അപ്പ് ആക്ക്, അതിൽ അങ്ങോട്ട് പാസ് വരട്ടെ, അതിലൂടെ കളിക്ക് എന്ന് പറയുന്നു. ബ്രൂണോ ഗുയിമറസിനോട് പറയുന്നു, നീയും കാസമിറോയും കളി ഓർഗനൈസ് ചെയ്യണം, നിങ്ങളാണ് കളി കൺട്രോൾ ചെയ്യേണ്ടത്. ശരിയാണ്, ഫസ്റ്റ് ഹാഫിൽ ഇവർ രണ്ടുപേരും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. മധ്യനിര ഹൈഡ്രേഷൻ ബ്രേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു 10-20 മിനിറ്റേ ആയിട്ടുള്ളൂ. മൊറോക്കോ അപ്പോൾ ഗോൾ അടിച്ചിട്ടേ ഉള്ളൂ. കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ മധ്യനിര കളി പിടിക്കണം. അതാണ് നെയ്മർ പറഞ്ഞത്, യു ആൻഡ് കാസമിറോ ഹാവ് ടു ഓർഗനൈസ് ദി പ്ലേ. നിങ്ങൾ രണ്ടുപേരും കളി ഓർഗനൈസ് ചെയ്യും, നിങ്ങൾ കളിപ്പിക്ക്, കുട്ടികളെ കളിപ്പിക്ക് നമ്മൾ പറയില്ലേ, കളിപ്പിക്കണം എന്നൊക്കെ നമ്മുടെ ഇവിടെ നാട്ടിൽ കളി നടക്കുമ്പോൾ ഓരോ ടീമിലെ മുതിർന്ന അംഗത്തെ വിളിച്ച് പറഞ്ഞ് കളിപ്പിക്കുമെന്ന് പറയും. അതാണ് പറയുന്നത് നെയ്മർ, നീയും കാസമിറോയും ചേർന്ന് കളി ഓർഗനൈസ് ചെയ്യേ, അങ്ങനെ കളി മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് നെയ്മർ അവിടെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നെയ്മർ ഗ്രൗണ്ടിൽ ഇറങ്ങിയില്ല എന്നേ ഉള്ളൂ. മുഴുവൻ സപ്പോർട്ടുമായിട്ട് തൻ്റെ സഹതാരങ്ങളെ പറഞ്ഞ് കളിപ്പിക്കുന്നുണ്ടായിരുന്നു സൈഡിൽ. ബട്ട് ബ്രസീൽ ജയിച്ചില്ല. ഹെയ്ത്തിക്കെതിരെയുള്ള കളിക്ക് നെയ്മർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ക്രെഡിബിളായിട്ട് സോഴ്സുകൾ വരട്ടെ എന്നുള്ളത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നെയ്മർ ഈ ആഴ്ച എന്തായാലും പരിശീലനം ആരംഭിക്കും എന്ന് ആഞ്ചലോട്ടി സ്ഥിരീകരിച്ചാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.